ഷുഗർ ഉള്ളവർക്ക് വേണ്ടി ഞാൻ നൽകുന്ന മെനുവിലൊന്നും മത്സ്യവും മാംസവും മുട്ടയും പാലും ഇല്ല. ഇതെന്താ സാറിന് ചോദിക്കാറുണ്ട്. അതിനകത്ത് ഷുഗർ ഒന്നുമില്ലല്ലോ, അതിനകത്ത് ധാരാളം പ്രോട്ടീൻ ഉണ്ടല്ലോ, പിന്നെ നമുക്ക് എന്താ കഴിച്ചാൽ കുഴപ്പം ചോദിക്കാറുണ്ട്. നിങ്ങൾ പറഞ്ഞതൊക്കെ ശരിയാണ്, പക്ഷേ ഞാനത് ഒഴിവാക്കുന്ന മനഃപൂർവ്വമാണ്. ഒരു കാരണം, ഈ പറയുന്ന സാധനങ്ങളിൽ കാര്യമായിട്ട് ഫൈബർ ഇല്ല. അതിന്റെ ഫലമായിട്ട് പൊതുവെ സ്റ്റൊമക്ക് വീക്കായിട്ടുള്ള ആളുകൾക്ക്, കോൺസ്റ്റിപ്പേഷൻ ഉള്ളവർക്ക് അത് വർദ്ധിക്കാൻ ഇടയാക്കി തരും. ഇതാണ് ഒരു കാരണം. രണ്ടാമത്തെ കാരണം, പലപ്പോഴും പ്രമേഹമുള്ളവർക്ക് ഫാറ്റി ലിവർ ഉണ്ടാവാം, അതുപോലെ കിഡ്നി പ്രോബ്ലം ഉണ്ടാവാം, അതുപോലെ കൊളസ്ട്രോൾ ഉണ്ടാവാം, ഹൃദ്രോഗം ഉണ്ടാവാം. ഈ 4 രോഗത്തെയും ഈ പറഞ്ഞ സാധനങ്ങളെല്ലാം വർദ്ധിപ്പിക്കും. ഇൻഫ്ലമേഷൻ കൂട്ടും, യൂറിക് ആസിഡിന്റെ പ്രശ്നം ഉണ്ടാവാം, ഹൈപ്പർ ടെൻഷൻ ഉണ്ടാവാം. അതുകൊണ്ട് ആകുന്നത്ര നമ്മൾ മത്സ്യവും മാംസവും മുട്ടയും പാലും കുറയ്ക്കുകയാണ് വേണ്ടത്. ഞാൻ പൂർണ്ണമായിട്ട് വേണ്ടെന്ന് പറഞ്ഞില്ല, ആകുന്നത്ര കുറയ്ക്കുക. ഇനി ഇത് പൂർണ്ണമായിട്ട് ഒഴിവാക്കേണ്ട ആളുകളുണ്ട്. അത് കൊളസ്ട്രോൾ ഉള്ളവരും അതുപോലെ വൃക്കരോഗമുള്ളവരും ഇത് പൂർണ്ണമായിട്ട് ഒഴിവാക്കുകയാണ് നല്ലതെന്ന് എനിക്ക് പറയാനുള്ളത്. ഈ രോഗം മാറിയതിനു ശേഷം വേണം നിങ്ങൾ കഴിച്ചോ. അതുകൊണ്ട് ഞാൻ ഒരിക്കലും ഈ നോൺ വെജിന്റെ കൂടത്തിൽ നിൽക്കുന്ന ഒരാളല്ല. അത് നമ്മൾ ശരിയായ ഒരു ആഹാരത്തിലേക്ക് വരുമ്പോൾ പച്ചക്കറികളും അതുപോലെ മധുരം കുറഞ്ഞ പഴങ്ങളും ധാരാളം ഇലക്കറികളും പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് കിഴങ്ങുകളും ഈ ഒരു ഡയറ്റിലേക്ക് വരികയാണ് ഏറ്റവും നല്ലത്. അപ്പോൾ വളരെ ഫലപ്രദമായിട്ട് നമുക്ക് ഷുഗറിനെ കുറച്ചുകൊണ്ടുവരാൻ സാധിക്കും. ഒരു പരിധിവരെ ഷുഗർ റിലേറ്റഡ് ഡിസീസുകൾ, മുമ്പ് ഞാൻ പറഞ്ഞ തരത്തിലുള്ള രോഗങ്ങളെയും കുറച്ചുകൊണ്ടുവരാൻ സാധിക്കും. ഞങ്ങൾ ഈ മൂവാഴ്ച സുഖജീവൻ നേച്ചർ സെന്ററിന്റെ ഷുഗർ റിവേഴ്സ് ക്ലാസ്സുകളിൽ വരുന്ന ആളുകളെ ഞാൻ ഇത്തരം ആഹാരത്തിലേക്ക് കൊണ്ടുവന്നിട്ട് വളരെ ഫലപ്രദമായിട്ട് അവരുടെ പ്രശ്നങ്ങൾ കുറച്ചുകൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. ഇതാണ് എനിക്ക് ഈ വിഷയത്തിൽ പറയുവാനുള്ളത്.